തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ അഴിച്ചുപണികൾ നടക്കുകയാണ്. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ പതിറ്റാണ്ടുകളായുള്ള ദ്രാവിഡ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ്. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന പുതിയ നിലപാടും അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനവുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി തമിഴ്നാട്ടിൽ DMK അല്ലെങ്കിൽ AIDMK എന്നീ പാർട്ടികളെ ആശ്രയിച്ചു മാത്രം നിന്നിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് മുതിർന്നിരിക്കുകയാണ്. ദീർഘകാല സഖ്യകക്ഷിയായ DMK ഉപേക്ഷിച്ച് പുതുതായി രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയുടെ TVKയുമായി സഖ്യമുണ്ടാക്കാണ് കോൺഗ്രസിന്റെ തീരുമാനം. കേവലം 5% താഴെ മാത്രം വോട്ട് വിഹിതമുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പരീക്ഷണമാണ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 28 സീറ്റുകളിൽ വെറും 5 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാനായത്. എന്നാൽ വിജയുടെ പാർട്ടിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ 5 സീറ്റുകൾ നിർണായകമായി മാറി. സർക്കാർ രൂപീകരണത്തിന് വിജയിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് ഉടൻ തന്നെ സന്നദ്ധ അറിയിച്ചു. ഇത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുടരാവുന്ന ഒരു സഖ്യത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് വേദി പങ്കിടാതിരുന്നത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പണ്ട് സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നവർക്കിടയിൽ എന്തോ അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പണ്ട് DMK വിട്ടുപോയ കോൺഗ്രസ് പിന്നീട് തിരിച്ചു വന്ന ചരിത്രമുണ്ടെങ്കിലും ഇത്തവണ വിജയ്ക്കൊപ്പം ചേരാനുള്ള തീരുമാനം DMKയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വിജയുടെ പാർട്ടി കോൺഗ്രസുമായി വേഗത്തിൽ സഖ്യമുണ്ടാക്കിയത് BJPയെ അമ്പരപ്പിച്ചിട്ടുണ്ട്. വിജയോട് മൃദു സമീപനം പുലർത്തിയിരുന്ന BJP ഇപ്പോൾ ഗവർണർ വഴി സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ട ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുന്നത് BJPയുടെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് ആരോപണമുണ്ട്. 1967 ശേഷം തമിഴ്നാട് ഭരണത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. വിജയുടെ മന്ത്രിസഭയിൽ അംഗമായാൽ നീണ്ട 59 വർഷങ്ങൾക്ക് ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകും. കേരളത്തിന് പിന്നാലെ തമിഴ്നാട്ടിലും സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്നത് ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന് വലിയ ആശ്വാസമാണ്. എങ്കിലും ഈ സഖ്യം എത്രത്തോളം സുരക്ഷിതമാണെന്ന് കണ്ടറിയണം. രാഷ്ട്രീയത്തിൽ പുതുമുഖമായ വിജയുടെ ജനപ്രീതി 2029 വരെ നിലനിൽക്കുമോ എന്നത് അദ്ദേഹത്തിന്റെ ഭരണത്തെ ആശ്രയിച്ചിരിക്കും. അനുഭവ സമ്പത്തില്ലാതെ ഒരു ഭരണകൂടത്തെ നയിക്കുക എന്നത് വിജയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. തമിഴ്നാട് രാഷ്ട്രീയം ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. കോൺഗ്രസ് എടുത്ത ഈ തീരുമാനം അവർക്ക് പുത്തൻ ഉണർവ് നൽകുമോ അതോ വലിയൊരു തിരിച്ചടിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. തമിഴ്നാട്ടിൽ പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുമോ അതോ ഗവർണർ ഭരണത്തിലേക്ക് നീങ്ങുമോ എന്ന ആകാംക്ഷയിലാണ് രാജ്യം.